ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രേസി ലേസി പ്രിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ഇത് നമ്മൾ പുതിയൊരു 2025 പുതിയൊരു റെസിപ്പി, അതായത് പൊറോട്ട. ഈ ഒരു റെസിപ്പി ഞാൻ റെഫർ ചെയ്തിരിക്കുന്നത് ആയിഷ കിച്ചൺ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണ്. ഇത് ഞാൻ ഇപ്പോഴൊന്നും ചെയ്തതല്ല, 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായിട്ട് പൊറോട്ട ഉണ്ടാക്കിയത് ആ ഒരു വീഡിയോ നോക്കിയാലും വളരെ സിമ്പിളാണ്. അപ്പം നമുക്ക് ആദ്യമേ തന്നെ നോക്കാം. ബൗളെടുക്കുക, ഉപ്പിടുക, അല്പം വെള്ളം ഒഴിക്കുക. ഈ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ സംഭവം. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ബിയോ എന്ന് പറയുന്ന കമ്പനി പ്രോഡക്റ്റാണ്. നമ്മൾ ഇവിടെ ജർമ്മനിലുള്ള മിക്കവർക്കും ഈ ഒരു കമ്പനി അറിയാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ആ ഒരു മാവ് കറക്റ്റ് മേടിച്ച് ഇത് ട്രൈ ചെയ്തത്. പിന്നെ നാട്ടിലുള്ളവർക്കും മൈദ മാവ് അറിയാമല്ലോ, എനിക്ക് ബ്രാൻഡൊന്നും അങ്ങനെ അറിയില്ല. അപ്പം നമുക്കിത് തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. മൈദ മാവ് എടുക്കുക, നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന കണക്ക് കുഴക്കുക. ആയിട്ട് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് അത്യാവശ്യം ഒരുപാട് ചെറുതാക്കരുത്, അത്യാവശ്യം ഒരു ചെറുനാരക വലിപ്പത്തേക്കാൾ ഒരിച്ചിരി വലിപ്പത്തിൽ നമ്മൾ മാവ് കുഴച്ചെടുക്കുക. ഇത്രയും പരത്തിയൊന്നും വെക്കണമെന്നില്ല, ജസ്റ്റ് ബോൾ കണക്കാക്കിയിട്ട് നമുക്ക് ഈ ഇച്ചിരി കൂടെ പരന്ന പാത്രമാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഞാൻ പിന്നെ ഇതെൻ്റെ ഒരു അളവ് പാത്രം ആയതുകൊണ്ട് ഞാൻ ഇതിലാണ് എല്ലാം ചെയ്തത്. അതായിട്ട് നമുക്ക് സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഓയിലിൽ സോക്ക് ചെയ്ത് വെക്കുക എന്നൊരിതാണ്. അത് എത്ര മണിക്കൂറാണെന്ന് വെച്ചാൽ 1 മണിക്കൂർ നമ്മൾ സോക്ക് ചെയ്ത് വെക്കുക. കറക്റ്റ് 1 മണിക്കൂർ, അതിൽ കൂടുതൽ വെക്കണമെന്നും ഞാൻ പറയില്ല. അതിനകത്ത് മാവ് ഇങ്ങനെ കുതിർന്നിരിക്കണം. എന്നിട്ട് ഇച്ചിരി ഇതണക്ക് പരത്തി ഇങ്ങനെ വിരൽ കൊണ്ടൊന്ന് പരത്തി കൊടുത്താൽ നല്ലതായിരിക്കും. ഞാൻ ഇതുപോലെയാണ്, ഞാൻ ആദ്യമായിട്ട് ഇത് പൊറോട്ട ഉണ്ടാക്കിയത് ഈ ഒരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. വളരെ സിമ്പിളായിരുന്നു. അത് കൂടാതെ ഞാൻ പല പല രീതിയിൽ ഉണ്ടാക്കാൻ നോക്കി, അതെല്ലാം ഫ്ലോപ്പായി പോയി. എനിക്ക് ഭയങ്കര സിമ്പിളും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളതും ടേസ്റ്റും ഉണ്ട് ഇതാണ്. വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭയങ്കര ഒരു മടിച്ചാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായത് തോന്നി. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. മസ്റ്റ് ട്രൈ ആണ്. വൺസ് ടൈം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയണം. ഞാൻ സ്വന്തമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്, അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ട്, ക്ഷമിക്കുക. നമുക്ക് കുറച്ച് ഇപ്പം വെച്ച് വരുന്നതേ ഉള്ളൂ. നമുക്കൊന്ന് എല്ലാം ശരിയാക്കാം. നമ്മൾ ആ ഒരു മാവെടുത്ത ആ ഒരു ഇതുപോലെ ഒരു ടേബിൾ തന്നെ വേണമെന്നില്ല. ഇപ്പോൾ കിച്ചണിലാണെങ്കിൽ നിങ്ങൾക്ക് കിച്ചണിൽ ചെയ്യാം. എനിക്ക് കോമൺ കിച്ചണാണ്, അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ റൂമിലെ ടേബിളിലാണ് ഞാൻ ഇത് ചെയ്തത്. ശരിക്കും വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ടേബിളിൽ ചെയ്തത്. സാധാരണ ഞാൻ യൂസ് ചെയ്യുന്നത് കട്ടിംഗ് ബോർഡ്, എനിക്ക് വുഡിൻ്റെ കട്ടിംഗ് ബോർഡുണ്ട്, ഞാൻ അതിനകത്താണ് പരത്തുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വൃത്തിയായിട്ട് നീറ്റായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയായിട്ട് ഞാൻ ചെയ്തതാണ്. ആ ടേബിളിൻ്റെ ഒരു വശം വൃത്തിയാക്കിയിട്ട് ഇതിങ്ങനെ ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ നല്ല രസമാണ്. ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ചുറ്റി എടുക്കുക, ഇങ്ങനെ ഭയങ്കര പാടൊന്നും നമുക്ക് തോന്നില്ല. ഭയങ്കര സിമ്പിളായിട്ട് വരും. ആ 1 മണിക്കൂർ മാവ് എണ്ണയിൽ കുതിർന്നിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പം വളരെ സിമ്പിളാണ്. പിന്നെ എടുക്കുന്ന മാവിൻ്റെ ക്വാളിറ്റിയും കണക്കിരിക്കും കേട്ടോ. ഈ മാവ് കുറച്ചുകൂടി ഈസി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര കണ്ടില്ലേ, ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടെങ്കിലും ഇതുപോലെ നല്ല പരന്നൊക്കെ വരും. കുറേ ബൗൾസൊക്കെ വരും. അങ്ങനെ വരുമ്പം കറക്റ്റ് മാവ് ആ ഒരു കറക്റ്റ് പരുവായി എന്നാണ് അതിൽ പറയുന്നത്. ഞാനിത് ഒത്തിരി തവണ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് എപ്പോഴൊക്കെ പൊറോട്ട വയ്ക്കാൻ തോന്നും അന്നേരമെല്ലാം ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ഞാൻ ജർമ്മനി വന്നിട്ട് സെക്കൻഡ് ടൈം ആണ് ചെയ്യുന്നത്. എൻ്റെ ന്യൂ ഇയർ ഫുഡ് കൂടിയാണെന്ന് പറയാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നോക്കുമ്പോൾ ഇന്നലെ ഞാൻ ചിക്കൻ വെച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിക്കൻ റോസ്റ്റ്. വെരി ടേസ്റ്റി. അതും സിമ്പിളാണ്. റെഫർ ചെയ്തിട്ട് പിന്നെ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത്. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ചിക്കൻ റോസ്റ്റ് ചെയ്യുന്നത്. കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു പരിപാടി ഞാൻ 4 എണ്ണം അങ്ങനെ ചെയ്തുകൊണ്ടിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്, മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കിച്ചണിലോട്ട് പോകാം. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിവിടെ കോമൺ കിച്ചണാണ്. അപ്പം ഞാൻ ഒരു പ്ലേറ്റിൽ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഞാൻ ഒരാൾ മാത്രം ഉണ്ടായതുകൊണ്ട് 4 പൊറോട്ട വെച്ചു. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ കിച്ചണിലോട്ട് പോകുമായിരുന്നു ഗൈസ്. അപ്പം പോകാൻ വേണ്ടി കീ ഒക്കെ എടുത്തിട്ടു. ഉടുപ്പ് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, അവിടെ തണുപ്പാണ്. അവിടെ നല്ല ഞാൻ റൂമിലിരിക്കുന്നതുകൊണ്ട് അത്ര ചൂടായതുകൊണ്ടാണ് ഇതിട്ടത്. അപ്പം നമ്മൾ കിച്ചണിൽ വന്നു, ജസ്റ്റ് ക്യാമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. എന്തായാലും എനിക്ക് പറ്റുന്ന വിധത്തിലാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളതിനോട് ക്ഷമിക്കണം, ഞാൻ ഓൾറെഡി പറയുന്നു. അപ്പം നല്ലപോലെ ചട്ടി ചൂടാവുക. പാൻ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു പൊറോട്ട പരത്തിയിടുക. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ബോർഡ് തപ്പിപ്പോയതാണ്. ഒക്കെ ബോർഡ് കെട്ടി നമ്മൾ നമ്മൾ ചുടുന്ന സമയത്ത് മാത്രം അത് ഓൾറെഡി പരത്തി വെക്കണ്ട കേട്ടോ. അപ്പം ഞാൻ സംഭവം ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ്. ഇനി കൈ വിരൽ ഉപയോഗിച്ചല്ല, കൈപ്പത്തി ഉപയോഗിച്ചിട്ടാണ് നമ്മളിനി അത് പരത്താൻ പോകുന്നത്.
കണ്ടില്ല, വിരലൊന്നും അതിനകത്ത് വന്നിട്ടില്ല. നമുക്ക് എത്ര വലിപ്പം, ഇപ്പം നിങ്ങൾക്ക് വലിപ്പം കുറച്ചാൽ വേണ്ടെങ്കിൽ കുറച്ച് പരത്തിയാൽ ഇച്ചിരി കൂടെ കനത്തിൽ അത് ഇച്ചിരി പരത്തുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത്യാവശ്യം വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരത്താം. ഒരുപാട് നൈസാക്കരുത്. ഒരുപാട് നൈസാക്കി കഴിഞ്ഞാൽ ഒരുമാതിരി തണുത്ത് കഴിഞ്ഞാൽ വിറകുകൊള്ളി പോലെ ആയിപ്പോൾ. ഇപ്പം ഞാൻ അതിൽ ചുട്ടെടുക്കുവാണ്. ഒരു ചുട്ടെടുക്കാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കുമല്ലോ. ചെറുതായിട്ടൊന്ന് ഇവിടെ ഒരു ബബിൾസ് വരുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് തിരിച്ചിടാം. പിന്നെ നാട്ടിലെ ഗ്യാസ് അടുപ്പിലാണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇതിപ്പോൾ ഇൻഡക്ഷൻ സ്റ്റവ് ആയതുകൊണ്ട് ഞാൻ ആ ഒരു അളവ് വെച്ചിരിക്കുക. കാരണം അറിയാമല്ലോ, രണ്ട് വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ ഇത് ചുട്ടെടുക്കുകയാണ്. ചൂടോടെ ചുട്ടിട്ട് ഒരു 2-3 പൊറോട്ടയായിട്ട് വെച്ചിട്ട് നമുക്കത് അടിച്ച് പരത്താം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പറിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. ശരിക്കും നമുക്ക് ഒരു സ്പൂൺ യൂസ് ചെയ്ത് അത് ചെയ്താൽ മതി. പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി അങ്ങനെ ഒരു ഇതുണ്ടായതുകൊണ്ട് ഞാൻ ജസ്റ്റ് യൂസ് ചെയ്തതേ ഉള്ളൂ. ഓയിൽ ഒരുപാട് വേണ്ടാന്നുള്ളത്, പക്ഷേ ഇച്ചിരി ഓയിൽ വേണം. പൊറോട്ടയ്ക്ക് ഓയിലില്ലാതെ പറ്റൂല. അപ്പം ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ പിന്നെയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചൂടുന്നതനുസരിച്ച് പരത്താവുള്ളൂ. ഓൾറെഡി പരത്തി വെക്കരുത്. അത് നമ്മൾ എന്തായാലും നോക്കുക. പിന്നെ എല്ലാവരും ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നന്നായിട്ട് ആഘോഷിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആഘോഷിക്കാത്തവരും കുഴപ്പമില്ല, ജസ്റ്റ് കലണ്ടർ ചേഞ്ച് ആവുന്നതേ ഉള്ളൂ. എന്തായാലും പുതുവർഷമാണ്. പെട്ടെന്നാണ് ഒരു 2024 പോയത്, എനിക്കത് ഓർക്കാം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന കോലുമല്ല, അതെല്ലാം തിരിച്ച് വെച്ചിരിക്കുകയാണ്. ഇതൊരു കോമൺ കിച്ചൺ ആകുമ്പം അതിൻ്റെ ആയിട്ടുള്ള ഇത് കാണും. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട. പിന്നെ ഞാനൊരാൾ വിചാരിച്ചാൽ മാത്രം അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്, അതുകൊണ്ടാണ്. അപ്പം എനിക്ക് കിച്ചണിൽ വന്ന് ഫുഡ് ഇങ്ങനെ കാണിച്ചു തരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് കെറ്റിലിനകത്ത് നൂഡിൽസ് ഉണ്ടാക്കുന്ന ആ പരിപാടി, അത് ഞാൻ ഇതൊക്കെ എനിക്ക് എപ്പോഴും കിച്ചണിൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ആ ഒരു പരിപാടിയും ചെയ്യാറുണ്ട്. അതും ടേസ്റ്റിയാണ്, എനിക്കിഷ്ടമാണ്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ഞാൻ കാണിച്ച് ശരിയാണ്. നമ്മുടെ കൈവിരൽ ഉപയോഗിക്കാതെ കൈപ്പത്തി ഉപയോഗിച്ചാണ്. കൈപ്പത്തി മീൻസ് ആ കൈയുടെ സെൻറ്ററത്ത് ഇത് വെച്ചിട്ടാണ് നമുക്ക് പൊറോട്ട അടിക്കുക. ഇത് ചുട്ട് ചെറിയൊരു ചൂടോടെ വേണം ഇത് നമ്മൾ അടിച്ച് ആ ഷേപ്പാക്കാൻ. ഇതാ കണ്ട, കറക്റ്റ് പൊറോട്ടയുടെ ആ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. എന്നെ പേഴ്സണലി അറിയാവുന്നവർക്കറിയാം ഞാൻ നല്ല മടിച്ചാണ്. അപ്പം എനിക്ക് ഫുഡ് വേണം. അപ്പം എനിക്ക് അങ്ങനെ കഴിക്കാൻ കൊതി വരുമ്പോൾ ഞാൻ ഇത് ചെയ്യുന്നതാണ്. നിങ്ങൾ ഇതെന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ടുള്ള റെസിപ്പികളും മറ്റ് ടിപ്പുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇനി പൊറോട്ട നമുക്ക് ഫുള്ള് ചുട്ടതൊന്ന് കാണാം. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നത് നല്ല ചിക്കൻ റോസ്റ്റുമായിട്ടാണ്. നിങ്ങൾ നല്ല ടേസ്റ്റാണ്. അത് ഫ്രൈ ചെയ്തും ആ ഒരു ചുട്ട് കഴിഞ്ഞ് ചിക്കൻ കറി കറക്റ്റ് ഒരു നാട്ടിൽ പോയൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഫുഡ് മിസ് ചെയ്തില്ല. കാരണം എനിക്ക് ഇന്ത്യൻ ഫുഡ് ഒരുപാട് മിസ് ചെയ്യുന്ന തോന്നുമ്പോൾ ഞാൻ ഇതുപോലെ യൂട്യൂബിൽ റെസിപ്പി നോക്കും. എനിക്ക് ചെയ്യാൻ പറ്റും, എളുപ്പമാണെങ്കിൽ മാത്രം ഞാൻ ചെയ്യും. അപ്പോൾ ശരി, ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗായ്സ്.